ടി കെ ഗോവിന്ദൻ കണ്ണൂർ പ്രസ് ക്ലബിലേക്ക് വരികയാണ്. കണ്ണൂർ പ്രസ് ക്ലബിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി ടി കെ ഗോവിന്ദൻ എത്തുന്ന തത്സമയ ദൃശ്യങ്ങൾ കൂടി കാണാം. ബിജീഷ് ഉണ്ടോ? ബിജീഷ് കേൾക്കാമോ? ബിജീഷ് ബിജീഷ് ടി കെ ഗോവിന്ദൻ ഇതാ കണ്ണൂർ പ്രസ് ക്ലബിലേക്ക് കടന്നു വരികയാണ്. CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിമത സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത്. അല്പസമയം മുമ്പാണ് തളിപ്പറമ്പിൽ താൻ വിമത സ്ഥാനാർത്ഥിയാകും എന്ന സൂചനകൾ അദ്ദേഹം നൽകിയത്. കണ്ണൂർ പ്രസ് ക്ലബിൽ വെച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ദാ കണ്ണൂർ പ്രസ് ക്ലബിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, മുതിർന്ന നേതാവാണ്, നിലവിൽ ഹാൻബീവ് ചെയർമാനാണ്, നേരത്തെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാനായിരുന്നു. അങ്ങനെ കണ്ണൂരിൽ സുപ്രധാന ഭാരവാഹിത്വങ്ങൾ പദവികൾ വഹിച്ച കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട CPM-ന്റെ ഒരു നേതാവ് കൂടിയായ ടി കെ ഗോവിന്ദൻ വിമതനായി, എന്ന് വെച്ചാൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയ്ക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളത് CPM ക്യാമ്പിന് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ബിജീഷ് ഗോവിന്ദൻ, ബിജീഷ് ഇതാ ഇപ്പോൾ ടി കെ ഗോവിന്ദൻ കടന്നു വരികയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് എന്ന് നമുക്ക് പൂർണ്ണമായും കരുതാമല്ലേ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് തന്നെയാണ് ടി കെ ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ആ പ്രസ് ക്ലബിൽ എത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ പ്രസ് ക്ലബിലേക്ക് കയറി വരുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അദ്ദേഹം നേരത്തെ പറഞ്ഞത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ടാകും എന്നുള്ളതാണ്. അതിനകത്ത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൃത്യമായി പറയുന്നുണ്ട്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയാണ് തന്റെ മത്സരം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കുടുംബാധിപത്യം പുലർത്താനുള്ള നീക്കത്തിനെതിരെയാണ് താൻ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ടി കെ ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വിമർശനമാണ് പാർട്ടിക്കകത്തും അതുപോലെ തന്നെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നത്. അതിന് സമാനമായിട്ടുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ ടി കെ ഗോവിന്ദന്റെ ഭാഗത്തുണ്ടായത്. നേരത്തെ തന്നെ നേതാക്കൾക്കിടയിലും വലിയ തരത്തിലുള്ള വിമർശനം PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് വിവരമുണ്ടായിരുന്നു. അതിനൊക്കെ പക്ഷേ തള്ളിക്കളയുന്ന പരാമർശങ്ങളായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നത്. പക്ഷേ ആ വിമർശനങ്ങളിലൊക്കെ കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ടി കെ ഗോവിന്ദന്റെ ഈ നീക്കം എന്ന് നമുക്ക് വിലയിരുത്താം. ടി കെ ഗോവിന്ദൻ ഏറെ പാരമ്പര്യമുള്ള നേതാവാണ്. ഏറെ പാരമ്പര്യമുള്ള മേഖലയിൽ നിന്ന് വരുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം. മലപ്പട്ടം പോലെ CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഒരാൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്കെതിരെ, അതും CPM-ന്റെ മഹിളാ പ്രസ്ഥാനത്തിന്റെ നേതാവിനെതിരെ മത്സരരംഗത്ത് വരുന്നു എന്നുള്ളത് ഒരു നേതാവിന്റെ മാത്രം നീക്കമായിട്ട് വിലയിരുത്താൻ കഴിയില്ല. അണികൾ ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കാണ്, കൂടെ വലിയ ആൾക്കൂട്ടമോ അണികളെയോ ഒന്നും കാണുന്നില്ല. ഇനി മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോഴും അങ്ങനെയാകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ വിമത സ്ഥാനാർത്ഥിത്വത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് ഇറങ്ങുന്ന ഈ നീക്കത്തിന് പാർട്ടിയിൽ നിന്ന് കാര്യമായ, അണികളുടെ ഭാഗത്തുനിന്ന് കാര്യമായ പിന്തുണയുണ്ട് എന്ന് തന്നെയാണോ കരുതേണ്ടത്? അണികളുടെ ഭാഗത്തുള്ള പിന്തുണ ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പരസ്യമായിട്ട് പ്രകടമല്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. വലിയൊരു എൻ ബ്ലോക്ക് ആയിട്ടുള്ള പാർട്ടി നേതൃത്വം ഉൾപ്പെടെയുള്ളവർ തനിക്ക് പിന്നിലുണ്ട്, തന്റെ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അത് ഏതെങ്കിലും ഘട്ടത്തിൽ പരസ്യമായിട്ടുള്ള ഒരു പ്രകടനമായി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിനകത്ത് നമുക്കൊരു വ്യക്തതയില്ല. ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ എത്തുന്നത് പോലും ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ നേതാക്കന്മാർ ഒരു തരത്തിലും ഈ വിമത നീക്കത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവായി വേണം അതിനെ കാണാൻ. പക്ഷേ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ തരത്തിലുള്ള ഒരു നീക്കം CPM-നകത്തുണ്ട്. അടിയൊഴുക്ക് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള നീക്കം CPM-നകത്ത് നടക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ടി കെ ഗോവിന്ദൻ നൽകുന്നത്. അത്തരത്തിൽ അണികൾക്കിടയിലും അനുഭാവികൾക്കിടയിലും വലിയൊരു കഴിഞ്ഞാൽ തളിപ്പറമ്പിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ജയിച്ചു കയറുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായി മാറും. ആ നീക്കം തന്നെയാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഏതായാലും ടി കെ ഗോവിന്ദൻ പാർട്ടി വിടുന്നതും ഒപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തളിപ്പറമ്പിൽ മത്സരിക്കുന്നതും സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം അല്പസമയങ്ങൾക്കകം നടത്തും. അതിനുവേണ്ടി അദ്ദേഹം കണ്ണൂർ പ്രസ് ക്ലബിലേക്ക് എത്തുന്നു. കൂടെ അനുയായികളും നേതാക്കന്മാരും ഇല്ലെങ്കിലും തന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ അവരുടെ ഒരു പിന്തുണയുണ്ട്, അവരുടെ ഒരു ആശീർവാദമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ PK ശ്യാമളയെ പോലൊരാളുടെ സ്ഥാനാർത്ഥിത്വത്തെ പാർട്ടിയിൽ വലിയ തരത്തിൽ എതിർക്കുന്ന ഒരു സംഘം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നു. അത് ഇനിയിപ്പോൾ കാണിച്ചു തരാം അതിന്റെ ശക്തി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നു. UDF-ന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളുടെയോ പിന്തുണ ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നില്ല. പക്ഷേ അതിനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അദ്ദേഹത്തിനെ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അദ്ദേഹം മനസ്സ് തുറന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടി ഒരു വിമത സ്ഥാനാർത്ഥിത്വം എന്ന് പറയുമ്പോൾ ബിജീഷ് പാർട്ടി വിട്ടതിന് ശേഷം മാത്രമായിരിക്കുമല്ലോ, കാരണം അങ്ങനെ ഒരു
കടുത്ത അച്ചടക്ക ലംഘനം കൂടിയാണല്ലോ. അപ്പോൾ പാർട്ടി വിടാനുള്ള തീരുമാനം കൂടി അതിന്റെ കൂടെ പ്രഖ്യാപിക്കും എന്ന് നമ്മൾ കരുതണോ? പാർട്ടി വിടുക എന്നുള്ളത് അദ്ദേഹം പറയുമോ എന്നുള്ള കാര്യത്തിനകത്ത് വ്യക്തതയില്ല. പക്ഷെ പാർട്ടി വിടുക എന്നുള്ളത് ഒരു സാങ്കേതിക കാര്യം മാത്രമാണ്. പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വരുന്ന ഒരാൾ പിന്നെ പാർട്ടിയിൽ തുടരുക എന്നുള്ള സംവിധാനം ഉണ്ടാവുകയില്ല. ഇനിയിപ്പോൾ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുക എന്നുള്ളത് ഒരു ഔപചാരികത മാത്രമാണ്. ഏതായാലും അദ്ദേഹം പ്രസ് ക്ലബിന്റെ അകത്തേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇനി നമുക്ക് കേൾക്കാം.